ഞാൻ ഈ പറയുന്നത് എല്ലാവർക്കും അല്ലെങ്കിലും കുറച്ച് ആൾക്കാർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ റിലേറ്റീവ്സ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിക്ക് എന്താ വരുന്നത്? എനിക്ക് എങ്ങനെയെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ട്രോമയായിരുന്നു. നോട്ട് എവറി വൺ ബട്ട് സം തല നിരച്ച പണ്ഡിതന്മാർ. ഞാൻ എന്റെ ഡിഗ്രി ടൈം തൊട്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, എന്തിനാണ് എല്ലാ തെണ്ടിത്തരവും കേട്ട് നമ്മൾ വെറുതെ വായടച്ചിരിക്കണേ? അതുകൊണ്ട് നമുക്കുള്ള ബെനിഫിറ്റ് എന്താ? നമ്മളെ ഡ്രീംസും നമ്മളെ ഇഷ്ടങ്ങളും അവിടെ നഷ്ടപ്പെടും, അത്രേ ഉള്ളൂ. നമ്മൾ അങ്ങനെ നമ്മളെ ഇഷ്ടങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ച് നടന്നാൽ കിട്ടുന്ന ഒരു ചീപ്പ് ആൻഡ് ബുൾഷിറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഓള് നല്ല അച്ചടക്കമുള്ള ഓളാ. നമ്മൾ നമ്മുടെ ഫ്രീഡം നോക്കി അല്ലെങ്കിൽ നമ്മുടെ ഹാപ്പിനെസ് ഒക്കെ നോക്കി നടന്നാൽ നമുക്ക് അവിടെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്ന ഏറ്റവും വലിയൊരു സൈഡാണ് വി ലൂസ് അവർ റിലേറ്റീവ്സ്. ഇനിയിപ്പോ ഞാൻ അതൊക്കെ പറയണ കേട്ട് ഞാൻ കുടുംബക്കാരെയും വിറ്റ് കാശ് ഉണ്ടാക്കാന്ന് പറയാൻ നമുക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടാവില്ല. എന്നാൽ നമ്മൾ ജഡ്ജ് ചെയ്യാൻ വേണ്ടി മാത്രം നടക്കുന്ന കുറച്ച് നാട്ടുകാരുണ്ടായിക്കാരം. പക്ഷെ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ നമ്മളതൊന്നും മൈൻഡ് ആക്കരുത്. ഞാൻ ഈ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാല് നമ്മൾ ഈ എല്ലാരെയും സന്തോഷിപ്പിക്കാൻ നടന്നിട്ടൊന്നും പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഡൗൺഫോൾ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരാൾ പോലും അവിടെ കാണില്ല. എന്റെ ലൈഫിലത്തെ ഏറ്റവും വലിയൊരു ഡൗൺഫോൾ ആയിരുന്നു ഋതുയുടെ ക്യാൻസർ ടൈം എന്നുള്ളത്. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്താന്ന് വെച്ചാല് നമ്മളൊക്കെ മക്കളാന്നും പറഞ്ഞ് നമ്മൾ ഉപദേശിക്കാൻ വന്നവരൊന്നും അന്നൊന്ന് വിളിച്ച് അന്വേഷിക്കുക പോലും ഉണ്ടായിരുന്നില്ല. അതൊക്കെ പോട്ടെ, മറ്റു ചിലവര് പറയാണ് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ഓരോക്കെ അനുസരിക്കാണ്ട് നടന്നതിന് കിട്ടിയതാണ് പോലും ഓനക്ക് ക്യാൻസർ എന്ന്. എന്താല്ലേ ഇതാണ് പറയുന്നത്, നമ്മളുടെ ഹാപ്പിനെസ് കളയുന്ന ഒരാളുടെ വാക്കും ഒരാളുടെ കാര്യം നമ്മൾ കേൾക്കണ്ട. ഇല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്നെ പോലെ നിങ്ങൾ റിഗ്രറ്റ് അടിക്കേണ്ടി വരും. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ സന്തോഷം കളയുന്ന രീതിയിൽ ആരെങ്കിലും ഉപദേശിക്കാൻ വരുന്നുണ്ടെങ്കിൽ ഒരു റീലങ്ങ് അയച്ചു കൊടുത്തോ.